സ്വാഗതം. വെൽക്കം ടു ടാനീസ് വ്ലോഗ്. ഞങ്ങൾ ഇന്ന് എന്താ ചെയ്യുമ്പോൾ കുട്ടി സ്കിൻ കെയർ ചെയ്യാം. നൈറ്റ് റൂട്ടീൻ. ഓക്കെ, നൈറ്റ് റൂട്ടീൻ ഒന്നുമില്ല, ചുമ്മാ ഒരു ചെറിയ ഇത് കേട്ടോ. ഈ ചെറിയൊരു കാര്യം ചെയ്താൽ തന്നെ നമ്മുടെ സ്കിന്നിന് മുഖം രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല തിളങ്ങിയിരിക്കും. എല്ലാ ദിവസവും ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. എന്താണെന്ന് കാണിച്ചെടുക്കാം. എന്താ സിമ്പിളാണേ, നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. അലോവേറ ഇല്ലേ, അലോവേറ കട്ട് ചെയ്തിട്ട് അത് ജസ്റ്റ് സ്വന്തം ചെടി നട്ട്. അതെ, സ്വന്തം ചെടി, നമ്മളെ വീട്ടിലെ ചെടി അല്ലേ, അത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മുഖത്ത് തേച്ചിട്ട് കിടന്നുറങ്ങുക. എന്നിട്ട് രാവിലെ എണിച്ചിട്ട് കഴുകി കളയുക. ഫസ്റ്റ് ചെയ്യുമ്പോൾ അധികം വെളുപ്പൊന്നുമില്ല. ഒരാഴ്ച ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര വെളുപ്പ് എന്നല്ല പറയാ, ഒരു ഷൈനിങ് ആയിരിക്കും. കളർ വെക്കുമെന്ന് അറിയില്ല, നല്ല ഷൈനിങ് ആയിരിക്കും നമ്മുടെ മുഖം കാണാൻ. ഞാൻ തേച്ചുമ്പോൾ ഭയങ്കര കളർ വെച്ചു. ആദ്യത്തെ കട്ട് അല്ലേ, കുറെ ഡിഫറൻസ് തോന്നും. നമുക്ക് പറിക്കാൻ പോവാം. ഒരാഴ്ചത്തേക്ക് ഉണ്ടാവില്ല അല്ലേ, ഒരാഴ്ചയല്ലേ ഒന്നും കൂടി പോയി വരയ്ക്കേണ്ടി വരും. എനിക്ക് മടിയോ പറഞ്ഞു. ഓക്കെ, കഴുകി കളയാം. അത് ഞാനിങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടോ. ഇനി എന്തോ സ്മോൾ പീസായി കട്ട് ചെയ്തിട്ട് മുഖത്ത് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ പഴംതുണി വാഷ് ചെയ്തു. ഇത് നമ്മൾ ഇതിനെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യും. ഉണ്ടോ അത് നമുക്ക് രണ്ടുപേർക്ക് ആവശ്യത്തിന് പറ്റൂ. അതില്ല, ഇത് കണ്ടോ, ഇത്ര വലിയ പീസാണ്. ഇത് മതി ഞങ്ങൾക്ക് രണ്ടുപേർക്ക്, ഇത് കൂടുതലാണ്. അതാണ് പറഞ്ഞു ഒരാഴ്ചയുടെ മുകളിലാണ്. എവിടെ വരുന്നോട്ടെ. ഇത് കണ്ടോ, ഇതിങ്ങനെ കട്ട് ചെയ്യണം. ഓക്കെ, അടുത്തത് ഇത് മറ്റേ നന്ദൂട്ടി പറയുന്ന പോലെ ഇങ്ങനെ ചെയ്യണം എന്നായിപ്പില്ലേ. ആ കുഞ്ഞു ഇങ്ങനെ കട്ട് ഇങ്ങനെയാട്ടോ ഇത് വെക്കാം. എന്നിട്ട് നമ്മൾ ഇത് മുഖത്ത് വെക്കും. മുഖത്ത് സ്റ്റാർട്ട് ചെയ്തോ. അടുത്ത ഞാനും എന്താ തണുപ്പ്, നല്ല സുഖട്ടോ മുഖത്ത് വയ്ക്കുമ്പോൾ. അമ്മയ്ക്ക് കുറച്ച് വലിയ കഷ്ണമാണ് കിട്ടി. എന്തത് അത് ഇത് കൂടുതലാണ്. ഇതുണ്ടോ, നിങ്ങൾ തേച്ച് ലാസ്റ്റ് ഇങ്ങനെ നീരിട്ടാണ്. അപ്പം ഇങ്ങനെ കുറച്ച് നെക്കി എടുത്താൽ മതി. മുടിയൊക്കെ ഉടയ്ക്കട്ടെ. ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ഞാൻ നെക്കി കളയാം. ആക്ച്വലി ഞങ്ങൾ ഇതെല്ലാ ദിവസവും ചെയ്യുന്നുണ്ടായിരുന്നേ, പിന്നെ നമ്മളിത് മറന്നുപോയി അല്ലേ. അതെന്താ അറിയോ, നമുക്ക് കുറേ ഫങ്ഷൻ കല്യാണം, ഹൗസ് വാമിങ് അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നു. അപ്പോൾ ഞങ്ങൾ മറന്നുപോയി ഇത് ചെയ്യാൻ. ആക്ച്വലി ഈ ടൈമിലായിരുന്നു ചെയ്യേണ്ടത്. ഈ ഫംഗ്ഷനൊക്കെ പോകുന്ന ടൈമിലാണ് നമ്മളിതൊക്കെ ചെയ്യേണ്ടത്. പക്ഷെ ഞങ്ങൾ അതൊന്നും ചെയ്തില്ല. പക്ഷെ ഫംഗ്ഷന് പോയപ്പോൾ അതൊക്കെ ആ വെളുപ്പ് ഉണ്ടായിരുന്നു. ഫംഗ്ഷന് പോയിട്ട് ലാസ്റ്റ് അങ്ങനെ കറുത്ത് പിന്നെയും കരക്കട്ടിയായി. പിന്നെ ഞങ്ങളുടെ സിസ്റ്റേഴ്സ്, എൻ്റെ ഒരു ചേച്ചി ന്യൂസിലൻഡിൽ നിന്ന് വന്നായിരുന്നു, പിന്നെ എൻ്റെ അനിയത്തി ജർമ്മനിയിൽ നിന്ന് വന്നായിരുന്നു. പിന്നെ ഞങ്ങൾ അവരുടെ കൂടെയൊക്കെ വിഷു, ഈസ്റ്റർ എല്ലാം കൂടെ ആഘോഷമൊക്കെ ആയിരുന്നു. എൻ്റെ കാലം പൊള്ളിച്ച്. അതെ, അപ്പം അതിൻ്റെ ഇടയ്ക്ക് അവരൊക്കെ വന്ന സന്തോഷത്തിൽ ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറന്നുപോയി. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞത് കണ്ടോ, ഇങ്ങനെ ഞാൻ തേച്ച് നല്ലോണം തേക്കുക. വേണേൽ കഴുത്തിലൊക്കെ തേക്കാട്ടോ. ഇത് നമുക്ക് രാത്രി കിടക്കുമ്പോൾ ഒട്ടിപ്പിടിക്കും, അങ്ങനെയൊന്നുമില്ല. ഒരു ഡിസ്റ്റർബൻസ് ഇല്ല. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തന്നാലും ആണ്, നമുക്കൊരു ഡിസ്റ്റർബൻസും ഇല്ല കേട്ടോ. എന്നിട്ട് ഇതിപ്പോൾ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ടൊന്നും കിട്ടത്തില്ല. ഞാൻ അതിൻ്റെ അടുത്ത ദിവസം നോക്കുമ്പോൾ എനിക്കെന്താ പറയുക, ഭയങ്കര ഡിഫറൻസ് തോന്നി. ചെറിയ ഡിഫറൻസ് ഉണ്ടാവും, പക്ഷെ നമ്മളിത് ഡെയിലി ചെയ്താൽ ദിസ് ഈസ് മാജിക്. അലോവേറ ഈസ് മാജിക്. ഇത് എൻ്റെ കയ്യിൽ നിന്ന് വീണോണ്ട് വേറെ ബ്യൂട്ടി പാർലറിലോട് ഇതൊന്നും പോകണ്ട.
സ്കിൻ കെയറിനും നമ്മുടെ മുടിക്കും ഒക്കെ വേണമെങ്കിൽ ഇങ്ങനെ കഴുത്തിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ, നല്ലതാണ്. അതെന്നറിയോ, മുഖത്തിന്റെ വളുപ്പവും കഴുത്തിന് കറുപ്പ്, അപ്പൊ എല്ലാരും ഇങ്ങനെ കഴുത്തും കൂടെ ഇങ്ങനെ തേക്കുന്ന 5 മിനിറ്റ് എന്താ പറയാ, ഒരു എന്താ പറയുക, ഞാൻ സ്ലിപ്പറിയാണ്. കഴുത്ത് അലർജി ഉണ്ടാവും കേട്ടോ. ഇത് തേച്ച് കഴിഞ്ഞ ഉടനെ ഭയങ്കര ചൊറിഞ്ഞ് തടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ ഇത് ചെയ്യരുത് കേട്ടോ. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ചെയ്തോ. അമ്മ ഇതൊക്കെ ഭയങ്കര എക്സ്പേർട്ടാണ്, എനിക്ക് ഇതിനെ പറ്റി കുറേ അറിയാം അല്ലേ. ഞാനിങ്ങനെ എല്ലാം പരീക്ഷിക്കും. ഇതൊക്കെ നമ്മൾ നോർത്ത് ഇന്ത്യയിലായിരിക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ എല്ലാ ദിവസവും ചെയ്യുന്നതാണ്. നമ്മുടെ നാട്ടിൽ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവിടെയൊക്കെ ചെയ്യാതിരിക്കാതെ അറിയില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാവുന്ന കാര്യമായിരിക്കും. ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഞങ്ങൾ ഇനി ഇതൊക്കെ തേച്ചിട്ട് ഞങ്ങൾ രണ്ടും കൂടെ കിടന്നുറങ്ങാൻ പോവാണ്. രാവിലെ ഞങ്ങൾ സുന്ദരികളായിരിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ അപ്പൂസേ ഗ്രാൻഡ് പാരൻസിൻ്റെ ഒപ്പം സ്ലീപ്പ് ഓവറിന് പോയേക്കുക. അപ്പം ഞങ്ങൾ നാളെ ഒരു പുതിയ വീഡിയോ ഇടാൻ പോകണം. പക്ഷെ അത് സർപ്രൈസ് ആണ്, നാളെ പറയുള്ളൂ. നാളെ പറഞ്ഞാൽ മതിയോ? അത് പറയാനാണെങ്കിൽ ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ മമ്മി അതിനെ ഫുള്ളും പറയും, പിന്നെ ലാസ്റ്റ് വീഡിയോക്ക് ഒന്നും കിട്ടില്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ആരും കാണുന്നില്ല. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ബൈ. ഞങ്ങളുടെ സബ്സ്ക്രൈബർ ഒട്ടും കൂടുതൽ, അവിടെ 10 ചെക്കാണ്, നമ്മൾ സ്റ്റക്കായി കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെടുമോ അറിയില്ല. ശരി, എന്നാൽ അടുത്ത ഈ വ്ലോഗിൽ കാണുന്നത് വരെ ബൈ, ഗുഡ് നൈറ്റ്. എൻ്റെ കോമാളി വീഡിയോസ് ലൈക്ക് ചെയ്യണം. ഷോർട്സാ